ഞാനെടുത്ത് കടലിലിടും. ഓക്കെ, എല്ലാത്തിനും സമ്മതം. എനിക്കിത് ഇച്ചിരി ബുദ്ധിമുട്ട്, അതുകൊണ്ട് ചുറ്റിക്കരുത്. ലാസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഫഹദിന്റെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോവാം. കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ലേ? ആ ചോദിക്കണം. ഞാൻ ഇതുപോലെ ഒരു പ്രോഗ്രാമിനോട്ട് സാറ് കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോകാം. ഇല്ല മോനാ, എന്താ, ഞാൻ ജൂനിയൽ ഹോമിലായിരുന്നു ഒന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരടി മാറി നിന്നിട്ടാണ് പിന്നെ പരിപാടി മുഴുവൻ ചെയ്തത്. അപ്പോൾ ഒരു കുഞ്ഞിലുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ ആലോചിച്ചോ. വലിയ പാടുള്ള പേരൊന്നുമല്ലോ, കിട്ടി. അപ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരൊന്നും വേണ്ട. അപ്പോൾ ഫഹദിൻ്റെ മുഴുവൻ പേരെങ്ങനെയാണ്? സഹദല്ലേ പറഞ്ഞത്? ഫഹദിൻ്റെ മുഴുവൻ പേരെങ്ങനെയാണ്? ഫുൾ കെ വലിയ കുഴപ്പമില്ല, ഉപദ്രവിക്കില്ല. ഇപ്പം എൻ്റെ പേരെന്ന് പറയുന്നത് അക്ഷയ് വേണു എന്നാണ്. അപ്പോൾ 2 സെപ്പറേറ്റ് പേരുകളാണ്. അപ്പോൾ ഈ ഫ്രണ്ടിനും ഇതുപോലെ 2 പേരുകൾ കാണും. അതൊന്നും വേണ്ട, വിളിക്കുന്ന പേര്, ഒട്ടപ്പേരല്ല, വിളിക്കുന്ന ശരിക്കുള്ള പേര് എടുക്കുക. കിട്ടിയല്ലോ? ഓക്കെ. അപ്പോൾ ഇനി ഭാഗത്ത് ചെയ്യേണ്ടത്, ഞാൻ വിൽ ഗീവ് വിത്ത് ദിസ് ഫഹദിൻ്റെ സുഹൃത്തിൻ്റെ പേര്. ഐ വാണ്ട് യു ടു റൈറ്റ് ഇറ്റ്. ഇവിടെ ഒന്ന് എഴുതാം. എന്നെ കാണിക്കരുത്, ആരെയും കാണിക്കരുത്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാം, പേനൊക്കെ തരാം. എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിന് മേലെ ഇങ്ങനെ കമത്തി പിടിച്ചോളൂ, ഞാൻ കാണാൻ പറ്റാത്ത പോലെ. എന്തിനാണെന്ന് ഞാൻ പറയാം. ഓക്കെ, പിടിച്ചോ, എഴുതിക്കോ. അപ്പം മീൻ വേല ഞാനിവിടെ ഒരു കാര്യം പരിചയപ്പെടുത്താം. എൻ്റെ കയ്യിൽ ഒരു എൻവലപ്പ് ഉണ്ട്. ഓക്കെ, ഒരു എൻവലപ്പ് ഉണ്ട്. ഇതിനകത്തൊരു പ്രിഡിക്ഷൻ ആണ്. പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവചനം. അതൊക്കെ പറയാൻ അറിയാമല്ലേ? പ്രവചനം, പ്രിഡിക്ഷൻ. ഒരു കാര്യം മോൾ ഇതിനകത്ത് പിടിച്ചോ. മോളെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കൊടുത്തോ. ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ, കടലിൽ കളയരുത്. കടലിൽ കളയരുത്. ഇങ്ങനെ ചിരിക്കുകയും ചെയ്യരുത്. ഈ ചിരി കാണുമ്പോൾ പേടിയാണ്. കാരണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ 2 കൊല്ലം മുന്നേ തൃശ്ശൂർ ഒരു പ്രോഗ്രാമിന് പോയി. അവിടെ ഒരു മാഡത്തിൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു പ്രഡിക്ഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞു, മാഡം അത് പിടിച്ചിരുന്ന പ്രോഗ്രാം തീരാൻ നേരത്ത് തിരിച്ച് തന്നെ എന്ന് പറഞ്ഞു. ആ മാഡം ഇതേപോലെ ഒരു ചിരിയും ചിരിച്ചു ഇങ്ങനെയും കാണിച്ചു. പ്രോഗ്രാം തീരാൻ നേരത്ത് ഭംഗിയായിട്ട് അതുകൊണ്ട് വീട്ടിൽ പോയി. അത് ഇതിപ്പോൾ കയ്യിൽ നിൽക്കേണ്ട, അതുമായിട്ടൊന്നും പോകരുത്. അതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഫഹദ് കഴിഞ്ഞോ? ഫഹദ് ഉറങ്ങിയോ? ഫഹദേ കമത്തി എഴുതിയോ? കമത്തി വെച്ചോ? കാണാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതിന് തന്നോ, ഇത് ക്യാപ്പ് ചെയ്തോ. And we don't need this. ഇത് തിരിച്ച് ഇതിലേക്കാണ്. ഞാൻ എന്തിനാ എഴുതാൻ പറഞ്ഞെന്നറിയോ? ചിലര് വരെ നമ്മളൊന്ന് പറ്റിക്കാനായിട്ട്. ഇപ്പം ഞാൻ ഫഹദിനോട് പറയണം, ഫഹദ് നീ ആലോചിക്കുന്ന ഈ ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് കള്ളം പറയാൻ മാറ്റി പറയാം. ഇനി മാറ്റി പറയാൻ പറ്റും? അത്രക്കാരനല്ല. എനിക്ക് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല ചില എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തൊന്നുമില്ല. എങ്ങാനും ഇനി മാറ്റി പറയാൻ പറ്റുമോ? ഇത് എടുത്തോ തരാം. അല്ല, ഞാൻ പറയട്ടെ, ഇതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ തരാം. സിനിമകളൊക്കെ കാണുന്ന കൂട്ടത്തിലാണ് അത്യാവശ്യം. പിടിച്ചോ. സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ പരിപാടി പൈസയല്ലേ? പൈസ എന്ത് തന്നാലും മേടിക്കും. എന്താ ചെയ്യുന്ന? പടിവിടൂ. എന്താ ചെയ്യുന്ന? സാറേ, അപ്പൊ ശമ്പളം ഒന്നും കിട്ടാറില്ല സ്കൂളില്? കഷ്ടപ്പാടൊന്നും ആലോചിക്കുന്നത്. ഓക്കെ, ഈ പരിപാടി ദിസ് ഈസ് വാട്ട് വി കോൾ എ തേർഡ് ഐ. ബേസിക്കലി ഒരു ട്രയാങ്കിൾ, അതിന്റെ അകത്തൊരു കണ്ണിന്റെ പടം. ഈ ഇലുമിനാറ്റിയുടെ സിമ്പിൾ എന്നൊക്കെ പറയും. പക്ഷേ ഫഹദ് പേടിക്കരുത്, ഞാൻ ബോധം കിടത്താൻ അങ്ങനെ പരിപാടി അതൊന്നും ചെയ്യുന്നില്ല. ശ്വാസം എടുത്തോ, ശ്വാസം എടുത്തോ, കണ്ണടച്ചോ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, കണ്ണടച്ചോ. സോ ഇമാജിൻ ഈ ഒരു ഫ്രണ്ട് മുമ്പിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന്റെ പേര് എത്ര ഉറക്കം പറയാൻ പറ്റുമോ മൈൻഡിൽ അത്രയും ഉറക്കം പറഞ്ഞുകൊണ്ടിരിക്കുക. ചുണ്ടനകരുത്, മൈൻഡിൽ പറയണേ. കണ്ണു പുറത്ത് ഇങ്ങോട്ട് നോക്കി. എനിക്കറിയില്ല ഇതൊരു ഫീമെയിൽ നെയിം ആയിരുന്നോ അതോ മെയിൽ നെയിം ആയിരുന്നോ എന്ന്. എനിക്ക് മെയിൽ നെയിം ആയിരുന്നല്ലേ? ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്നറിയോ? പറയണോ? അയ്യടാ, ഇല്ല, വളരെ സിമ്പിൾ ആണ്. നമ്മളോട് പറഞ്ഞു, എനിക്കറിയില്ല ഇതൊരു ഫീമെയിൽ നെയിം ആണോ മെയിൽ. ഫീമെയിൽ എന്ന് പറഞ്ഞത് പയ്യ കാലാട്ടി, മെയിൽ എന്ന് പറഞ്ഞ പുള്ളി വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയത്. സോ ഇറ്റ്സ് എ ഫീമെയിൽ, സോറി ഇറ്റ്സ് എ മെയിൽ നെയിം. ഒരു കാര്യം ചെയ്യാം, ഞാൻ മൈക്ക് തരാം. മൈക്ക് പിടിച്ചാൽ അതൊക്കെ തന്നോ. ഒരു കാര്യം, നമുക്ക് ഈ ഫ്രണ്ടിന്റെ പേരിന്റെ ഫസ്റ്റ് ആൽഫബറ്റിലേക്ക് പോകാം. വാട്ട് എവർ ദ ഫസ്റ്റ് ലെറ്റർ ഈസ്, ഈ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കുക, മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ലെറ്റർ എന്താണ്? എന്റെ നേരെ നോക്കുക, മനസ്സിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ലെറ്റർ മാത്രം നേരെ നോക്കി. ആരും വിളിച്ച് പറയരുത്. ഫസ്റ്റ് ലെറ്റർ ചെയ്ത ഫാമിലിക്ക് അറിയാവുന്ന ഒരു സുഹൃത്താണോ? വെറുതെ വിളിച്ച് പറഞ്ഞാലും ഉണ്ടാക്കരുത്. ഈ പേരെങ്ങാനും ആണെങ്കിൽ. കേട്ടല്ല? ഫാമിലി അവിടെ കേട്ടല്ല? ഓക്കെ, ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ ആരും വിളിച്ച് പറയരുത്. ഇതിൽ ഒരെണ്ണമായിരിക്കാം. ഞാനിത് എഴുതാൻ കാരണം ഒരു പേരിലേക്ക് വരുമ്പോൾ ഈ 2 ആൽഫബറ്റ്സിന് ഒരേ സൗണ്ടാ. ശരിയല്ലേ? അപ്പൊ ഒരു കൺഫ്യൂഷൻ ആണ്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ലെറ്റർ വെച്ചാണ് കൂടുതൽ പേരുകൾ തുടങ്ങുന്നത് റാദർ ദാൻ ദിസ്. അപ്പൊ നമുക്ക് ഇത് സൗകര്യപൂർവ്വം മറക്കാം. മൈക്കിലൂടെ ഈ ഫ്രണ്ടിന്റെ പേരിന്റെ ഫസ്റ്റ് ആൽഫബറ്റ് മാത്രം ഒന്ന് പറയാം. ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് മൈക്കിലൂടെ പറഞ്ഞു. മൈക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഞാൻ പറയട്ടെ. ഫസ്റ്റ് ലെറ്റർ ഭയങ്കര എളുപ്പമാണ്. നമുക്കിനൊരു പേര് മുഴുവൻ കിട്ടാനുണ്ട്. ഇനി എങ്ങാനും തെറ്റിപ്പോലും ഈ വായും കയ്യടിയും അപ്പോഴും തരാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന, നിങ്ങളുടെ ഷോൾഡർ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുന്ന ഈ മൊമെന്റിൽ ഈ ഫ്രണ്ടിന്റെ പേര് മൈൻഡിൽ ഒരു തവണ ചുണ്ടനക്കാതെ മൈൻഡിൽ പറയണം. എന്റെ നേരെ നോക്കുക വേണം. ഐ കോൺടാക്ട് ഉണ്ടാകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി ആണല്ലോ? 2 തവണ പറയട്ടെ. 2 തവണ പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ മാഷാണ് അത്ര, ഒരു അനുസരണയില്ല. അത് പറയാ. 8 തവണ പറയണേ.
നേരെ ഞാനൊരു പേര് ഇവിടെ എഴുതാം. എനിക്ക് ഐ കാൻ ഗ്യാരണ്ടി ഇതായിരിക്കും ആ പേര്. ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ദിസ്. ഒന്നെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന പേര്, അല്ലെങ്കിൽ ഇതുമായിട്ട് ക്ലോസ് ആയിട്ട് ഒരു റിലേറ്റഡ് ഉള്ള ഒരു പേര്. ഇനി അടുത്ത് കിട്ടിയാലോ, തെറ്റിപ്പോയാലോ ഒന്ന് കൈയടിച്ചാണ്. മലപ്പുറം തോന്നി. അപ്പൊ മൈക്കിലോടൊന്നും പറയണ്ടായിരുന്നു. ഫ്രണ്ടിന്റെ പേര് അതൊക്കെ പറഞ്ഞു. ഈ പരിപാടി അങ്ങനെ എപ്പോഴും വർക്കാവുന്ന ഒരു സംഭവമല്ല, പക്ഷെ ഇന്ന് വർക്കായി. ഞാൻ തന്നെ. അപ്പൊ ഈ ഷാമിലിനെ അവസാനം കണ്ടെന്നാ? അപ്പൊ ഇനി കാണുമ്പോ ഒന്ന് പറഞ്ഞേനെ, അതെനിക്ക് വിളിച്ചു പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഒരു വലിയ കാര്യം കൂടി. താങ്ക് യു.